ലോകത്തിന്റെ എണ്ണ വിതരണത്തിന്റെ പ്രധാന ഞരമ്പായ ഹോർമൂസ് കടലെടുക്ക് ഇനി ഇറാന്റെ സ്വന്തം. അതെ, കേട്ടത് ശരിയാണ്. ഇന്നലെ വരെ അന്താരാഷ്ട്ര നിയമങ്ങൾ അനുസരിച്ച് വാണിജ്യ കപ്പലുകൾക്ക് സ്വതന്ത്രമായി സഞ്ചരിക്കാമായിരുന്ന ഈ കടൽപാത ഇറാൻ ഔദ്യോഗികമായി തന്നെ സ്വന്തമാക്കിയിരിക്കുകയാണ്. ഒരു കടലെടുക്ക് എങ്ങനെ സ്വന്തമാക്കും എന്നല്ലേ? തികച്ചും ഔദ്യോഗികവും കൃത്യവുമായ ഒരു പ്ലാനിങ്ങോടെയുമാണ് ഇറാന്റെ ഒരു പുതിയ നീക്കം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഇതിനായി ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് അഥവാ IRGC പേർഷ്യൻ ഗൾഫ് സ്ട്രേറ്റ് അതോറിറ്റി PGSA എന്ന പേരിൽ പുതിയൊരു ഏജൻസിക്ക് തന്നെ രൂപം നൽകി കഴിഞ്ഞു. ഇനി മുതൽ ഇതുവഴി പോകുന്ന എല്ലാ കപ്പലുകളും ടെഹ്റാൻ പ്രോട്ടോകോൾ എന്ന കർശന നിയമം പാലിക്കണം. കപ്പലിലെ ചരക്ക് എന്ത്, ഉടമകൾ ആര്, ജീവനക്കാരുടെ രാജ്യം ഏത് തുടങ്ങിയ 40 ചോദ്യങ്ങൾ അടങ്ങുന്ന ഒരു ഡിക്ലറേഷൻ കപ്പലുകൾ നൽകണം. ഇതിനു പുറമെ കപ്പലുകളുടെ തിരിച്ചറിയൽ നമ്പറുകളും വിവരങ്ങളും പുതിയ അതോറിറ്റിക്ക് ഇമെയിൽ ചെയ്യുകയും വേണം. ഈ നിയമങ്ങൾ അനുസരിക്കാത്ത കപ്പലുകൾക്ക് ഇറാന്റെ മിസൈലുകളോ ഡ്രോണുകളോ നേരിടേണ്ടി വരും. അല്ലെങ്കിൽ ഇറാൻ നാവികസേന അവ അപ്പാടെ പിടിച്ചെടുക്കും. അക്ഷരാർത്ഥത്തിൽ തോക്കിൻ മുനയിലുള്ള പരിശോധന. ഫെബ്രുവരി 28-ന് അമേരിക്കയും ഇസ്രയേലും നടത്തിയ ആക്രമണങ്ങളും അതേ തുടർന്ന് ഹോർമോസിനെ ചൊല്ലിയുണ്ടായ വാഗ്വാദങ്ങളും ഒക്കെയാണ് ഇറാന്റെ നിലപാട് കടുപ്പിച്ചത്. അതുവരെ ഒരു അന്താരാഷ്ട്ര ട്രാൻസിറ്റ് റൂട്ടായിരുന്ന ഹോർമൂസിനെ ഇപ്പോൾ ഇറാൻ കാണുന്നത് തങ്ങളുടെ പൂർണ്ണ നിയന്ത്രണത്തിലുള്ള ഒരു സ്വന്തം ഇടനാഴിയായിട്ടാണ്. ഒമാനും ഇറാനും ഇടയിലുള്ള ഈ ഇടുങ്ങിയ കടൽപാതയിലൂടെ ഇനി ആര് പോകണം, എപ്പോൾ പോകണം എന്ന് ഇറാൻ മാത്രമായിരിക്കും തീരുമാനിക്കുക എന്നാണ് IRGC പറയുന്നത്. കാര്യങ്ങൾ അവിടെ കൊണ്ടൊന്നും തീരുന്നില്ല. ഈ കടൽപാതയെ ലോകത്തിലെ ഏറ്റവും വലിയ ടോൾ പ്ലാസ ആക്കി മാറ്റിയിരിക്കുകയാണ് ഇറാൻ. സുരക്ഷിതമായ യാത്രയ്ക്ക് ഇറാൻ കപ്പലുകളിൽ നിന്ന് വൻ തുക ടോൾ ഈടാക്കുന്നുണ്ടെന്നാണ് പുറത്തുവരുന്ന പുതിയ റിപ്പോർട്ടുകൾ. $2 മില്യൺ, അതായത് ഏകദേശം 16 കോടി രൂപ വരെയാണ് ഒരു കപ്പലിൽ നിന്ന് ഇറാൻ ചോദിക്കുന്നത്. ഇറാൻ ഈ വാർത്ത നിഷേധിച്ചിട്ടുണ്ടെങ്കിലും അവർക്ക് ഒരു കാരണവശാലും പണം നൽകരുത് എന്നാണ് അമേരിക്ക കപ്പലുകൾക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം. ഈ പണം IRGCയെ സാമ്പത്തികമായി സഹായിക്കുമെന്ന് അമേരിക്ക പറയുന്നുണ്ട്. എന്നാൽ തങ്ങളുടെ നിബന്ധനകൾ അംഗീകരിക്കുക എന്നത് മാത്രമാണ് ഹോർമൂസ് കടന്നു പോകാനുള്ള ഏക വഴിയെന്നാണ് ഇറാന്റെ ഉറച്ച നിലപാട്. ആർക്കാണ് മിസൈലിനെയും ഡ്രോണുകളെയും പേടിയില്ലാത്തത്? ഈ അധികാര വടംവലിയുടെ അനന്തരഫലം ഇപ്പോൾ അനുഭവിക്കുന്നത് ലോകം മുഴുവനുമാണ്. ഫെബ്രുവരി അവസാനം വരെ പ്രതിദിനം 120 കപ്പലുകൾ കടന്നുപോയിരുന്ന ഈ വഴിയിൽ മെയ് തുടക്കത്തോടെ അത് വെറും 40 കപ്പലുകളായി ചുരുങ്ങി. ബാക്കിയുള്ള ഡസൻ കണക്കിന് കപ്പലുകൾ പേർഷ്യൻ ഗൾഫിൽ കുടുങ്ങിക്കിടക്കുകയോ മറ്റ് ദീർഘദൂര റൂട്ടുകളിലേക്ക് തിരിച്ചുവിടപ്പെടുകയോ ചെയ്തു. ഇതിന്റെ ഫലമായി ആഗോളതലത്തിൽ എണ്ണവാതക വില കുതിച്ചുയരുകയാണ്. അമേരിക്കയിൽ ഇതിനോടകം തന്നെ പെട്രോൾ വില ഗാലന് $4.5 മുകളിലെത്തി. ചുരുക്കത്തിൽ ഹോർമൂസിലെ ഇറാന്റെ പുതിയ ടോൾ ബൂത്ത് ലോകത്തിന്റെ മുഴുവൻ ഊർജ്ജ വിതരണത്തെയും പ്രതിസന്ധിയിലാക്കുകയാണ്. അമേരിക്ക നശിപ്പിച്ച ഇറാനെ പുതുക്കിപ്പണിയാൻ IRGC എണ്ണ കപ്പലുകൾക്ക് മേൽ ഹഫ്ത പിരിക്കുമ്പോൾ അത് കോടിക്കണക്കിന് സാധാരണക്കാരുടെ പോക്കറ്റിനെയാണ് നേരിട്ട് ബാധിക്കാൻ പോകുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളം.